കോട്ടയം ചങ്ങനാശ്ശേരി ജലപാതയിൽ പോള മൂടിയതോടെ ഒറ്റപ്പെട്ട് കിടക്കുകയാണ് 20ഓളം കുടുംബങ്ങൾ. ടൗണിൽ നിന്ന് കിലോമീറ്റർ മാത്രമാണ് ഇവിടേക്കുള്ള ദൂരമെങ്കിലും ഇവർക്ക് പുറംലോകം കാണാൻ കഴിയുന്നില്ല. ജനപ്രതിനിധികളെ പരാതി അറിയിച്ചെങ്കിലും ഇത്രയും കുടുംബങ്ങൾക്ക് വേണ്ടി മാത്രമായി ഒന്നും ചെയ്യാൻ കഴിയില്ല എന്നായിരുന്നു മറുപടി. ചങ്ങനാശ്ശേരി നഗരത്തിൽ നിന്നും ഏകദേശം 1 കിലോമീറ്റർ മാത്രം മാറിയാണ് നമ്മളിപ്പോൾ നിൽക്കുന്ന കാവാലിക്കര. പായിപ്പാട്, വാഴപ്പള്ളി പഞ്ചായത്തുകളുടെ അതിർത്തി പങ്കിടുന്ന പ്രദേശം. എനിക്ക് പിന്നിൽ കാണുന്നത് സംസ്ഥാന ജലപാത കൂടിയാണ്. ഇങ്ങനെ പോള തിങ്ങി നിറഞ്ഞു കിടക്കുന്നത് കാണാൻ അല്പം ഭംഗിയൊക്കെ ഉണ്ടെങ്കിലും ഇരു കരകളിലും താമസിക്കുന്ന ആളുകളുടെ ജീവിതം ദുരിതപൂർണമാണ്. അക്കരയെത്താൻ കേവലം 25 മീറ്റർ. പക്ഷേ പോള വകഞ്ഞുമാറ്റി ചങ്ങാടം തുഴഞ്ഞെത്താൻ കുറഞ്ഞത് 1 മണിക്കൂർ എടുക്കും. രോഗികളെയും കൊണ്ടൊന്നും പോകാൻ പറ്റുന്നില്ല. കുട്ടികളുടെ എല്ലാം വിദ്യാഭ്യാസം മുടങ്ങി. വേണ്ട നഴ്സറി പോകുന്ന കുട്ടികൾ പോകാതായിട്ട് ആഴ്ചകളായി. 1 മാസത്തിന് അടുത്തായി കുട്ടികൾക്ക് പഠിക്കാൻ പോകാൻ പറ്റുന്നില്ല. എൻ്റെ അമ്മയാണെങ്കിൽ മിനിഞ്ഞാന്ന് പ്രഷർ താന്നിട്ട് ആശുപത്രി കൊണ്ടുപോകാൻ പറ്റാതെ അടുത്ത വീട്ടിലൊരു നേഴ്സ് ചേച്ചി വന്നാണ് ചികിത്സയും കാര്യങ്ങളുമൊക്കെ ചെയ്തത്. അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളാണ് ഇപ്പോൾ ഞങ്ങൾക്ക് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. പോള കാരണം മുടങ്ങിയത് യാത്ര മാത്രമല്ല, കൃഷിക്കോ പ്രാഥമിക ആവശ്യങ്ങൾക്കോ വെള്ളമില്ല. കൊടുംവേനലിൽ കുടിവെള്ളവും കിട്ടാക്കനി. സ്വന്തമായി നിർമ്മിച്ച ചങ്ങാടത്തിലുള്ള യാത്രയും അപകടകരമാണ്. ഈ സ്ഥിതി തുടർന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ആരുടെയെങ്കിലും ഒരു ജീവൻ ഇവിടുന്ന് പോയെങ്കിൽ കൂടിയും ആരും ഇതിനൊന്നും ഒരു നടപടി ഇവിടെ ഉണ്ടാകാൻ പോകുന്നില്ല. കാരണം വർഷങ്ങളായിട്ട് നമ്മൾ വോട്ട് കൊടുക്കുന്നു. അവർ കൃത്യമായിട്ട് വോട്ട് ചോദിക്കാനായിട്ട് കൃത്യമായിട്ട് ഇവിടെ വരുന്നുണ്ട്, ഫണ്ട് പിരിക്കാനായിട്ട് വരുന്നുണ്ട്. ഒറ്റപ്പെട്ട് കിടക്കുന്നത് 15 കുടുംബങ്ങളാണ്. അവിടെ രോഗികളുണ്ട്, പ്രായമായവരുണ്ട്, ഗർഭിണികളുണ്ട്. പോള മാറ്റി തരാണെങ്കിൽ വലിയ ഉപകാരം. എൻ്റെ അമ്മ 9 മാസം ഗർഭിണി. അമ്മയ്ക്കാണെങ്കിൽ ഈ ചെങ്ങാടം കിടക്കാൻ ഭയങ്കര പാടാണ്. അത് കാരണം ബോട്ട് വരുമ്പോൾ കുറേ താമസിക്കും. ബോട്ട് പയ്യെ വരുന്നു, പോളയൊക്കെ ഉള്ള കാരണം. അമ്മ ബോട്ടിനാണ് പോയത്, കുറേ താമസിച്ച്. ചങ്ങനാശ്ശേരി നിയമസഭാ മണ്ഡലത്തിലാണ് കാവാലിക്കര, ലോക്സഭാ മണ്ഡലം മാവേലിക്കരയും. ഇത്രയും കുടുംബങ്ങൾക്ക് വേണ്ടി മാത്രം തൽക്കാലം ഒന്നും ചെയ്യാനാവില്ലെന്ന് പറഞ്ഞ ജനപ്രതിനിധികളും കൈയൊഴിഞ്ഞു. ജീവിത പ്രാരാബ്ദങ്ങൾക്കു നടുവിൽ ഇവരുടെ ആവശ്യം ഒന്നേയുള്ളൂ. പോളയൊക്കെ തള്ളിയിട്ടുണ്ടല്ലോ, പാലം മേലി വെച്ച്. ഈ മുഖങ്ങളിൽ കൂടി പുഞ്ചിരി പടർത്താൻ കഴിഞ്ഞാലേ ജനാധിപത്യം കൂടുതൽ സുന്ദരമാകുമെന്നാണ് കാവാലിക്കരക്കാർ പറയുന്നത്. ഷിബിൻ ബഷീറിനൊപ്പം ചങ്ങനാശ്ശേരിയിൽ നിന്ന് അശ്വിൻ പാലാഴി, 24. പൊതുജനം കഴുതയല്ല സാർ. 20 കുടുംബങ്ങൾക്ക് മാത്രമായി ഒന്നും ചെയ്യാൻ കഴിയില്ല എന്ന അധികൃതരുടെ മറുപടി അംഗീകരിക്കാൻ കഴിയില്ലെന്നും പൂർണ്ണമായി ഒറ്റപ്പെട്ട അവസ്ഥയിലാണെന്നും നാട്ടുകാർ പറയുന്നു. അവരുടെ പ്രശ്നം എന്താണെന്ന് പ്രേക്ഷകർക്കും ബോധ്യമായിട്ടുണ്ടാകും. അധികൃതരുടെ മുമ്പിലേക്ക് ഞങ്ങൾ ഈ റിപ്പോർട്ട് വെക്കുകയാണ്. എന്താണ് ചെയ്യാൻ കഴിയുക എന്നുള്ള കാര്യം അവർ പരിശോധിക്കട്ടെ. ചില പ്രതികരണങ്ങൾ കൂടി വാർത്തയുമായി ബന്ധപ്പെട്ട് കാണാം. അതിലേക്ക്. ഞാൻ പശുവിനെ കറന്ന് പാലുമായിട്ട് ഇവിടെ വന്ന് ഈ പോളയ്ക്കതിൽ കടന്ന് ഇപ്പുറത്ത് വരുമ്പം 1 മണിക്കൂർ എടുക്കും. സൊസൈറ്റിയിൽ ഈ പാലും കൊണ്ട് ചെല്ലുമ്പോഴത്തേന് സൊസൈറ്റി അടച്ചു പോകും. അങ്ങനെ ഒരു ഗതിയും പരഗതിയും ഇല്ലാതെ വന്നിട്ടാണ്. അതായത് തീറ്റ കൊണ്ടുപോകാൻ പറ്റുകയില്ല, പുല്ല് കൊണ്ടുപോകാൻ പറ്റുകയില്ല, ഒന്നും പറ്റുകയില്ലാത്ത അവസ്ഥയിലായി. അമ്മയാണെങ്കിൽ രോഗിയായി, അമ്മേനെ പോലും ഒരിടത്തും കൊണ്ടുപോകാൻ മേലാത്ത അവസ്ഥയായി. അങ്ങനെ ഞാൻ പശു വളർത്തും നിർത്തി ഇപ്പം നിന്നിരിക്കുന്ന ഒരവസ്ഥയാണ്. ഈ ചങ്ങാടത്തെ വേണം എനിക്കിതെല്ലാം കൊണ്ടുപോകാനായിട്ട്. ഞങ്ങളുടെ അവസ്ഥ ഇതാ, ഞങ്ങൾക്ക് ഈ തോടെല്ലാം വൃത്തിയാക്കി തരണം. പിന്നെ ഞങ്ങൾക്ക് തുണി അലക്കാനോ കുളിക്കാനോ എടുക്കാനോ ഒന്നിനും ഒരു സൗകര്യമില്ല. ഒത്തിരി ബുദ്ധിമുട്ടുകൾ ഇത് പോളെ കിടക്കുന്നുണ്ടോ, അത് ഞങ്ങൾക്ക് മാറ്റി തന്ന് സഹായിക്കണം. അതാണ് നമ്മുടെ ആഗ്രഹം. തുണി അലക്കാൻ പറ്റത്തില്ല. പോള തള്ളി മാറ്റി കഴിയുമ്പോൾ ഒന്ന് തള്ളി കഴിയുമ്പോൾ അത് തിരിച്ചിങ്ങോട്ട് വരുക. പിന്നെ ചൊറിച്ചിലുണ്ട് ഈ വെള്ളത്തിന്, കുളിക്കാനൊന്നും പറ്റത്തില്ല. ആ ഒരവസ്ഥ. പിന്നെ അക്കരെ ഇക്കരെ എന്തെങ്കിലും ഒരു ആപത്തുണ്ടെന്ന് തന്നെ അക്കരെ ഇക്കരെ ഒന്നും പോകാൻ പറ്റത്തില്ല. പോള തിങ്ങിക്കിടക്കുന്നതുകൊണ്ട് ഞങ്ങൾക്ക് ഒരു നിർവാഹവും ഇല്ല. വെള്ളമാണെങ്കിലും കുടിക്കാൻ വെള്ളം വേണമെങ്കിലും അവർക്ക് ഇക്കരെ വരണം. MLA പറഞ്ഞ MLA നടക്കത്തില്ല. MLA ഇതിന് ഒരു വള്ളം സംഘടിപ്പിച്ചിട്ടുണ്ട്. അത് ആ വള്ളം ആരെയും അറിയത്തില്ല. ഈ കേരളത്തിലെ 2ാമത്തെ ദേശീയ ജലപാത ഇത് ആലപ്പുഴ ചങ്ങനാശ്ശേരി റോഡ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.